മാനത്ത് തെളിഞ്ഞു. ബേപ്പൂരിലേക്ക് സ്വാഗതം. പിന്നാലെ 250 ഡ്രോണുകൾ അണിനിരക്കുന്ന ഈ പ്രദർശനത്തിലൂടെ നമ്മുടെ നാടിന്റെ സാംസ്കാരിക തുടിപ്പുകളെ ഒരു പുതിയ സാങ്കേതിക കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണ് ബേപ്പൂർ. 4,47,300 ഈ കാലയളവിൽ സംസ്ഥാനത്ത് ആദ്യമായാണ് ഡ്രോൺ ഷോ സംഘടിപ്പിച്ചത്. 250 ഡ്രോണുകൾ അണിനിരന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല സൂപ്പർ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷോ കാണുന്നത്. നല്ല എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലേനു. ഞാൻ ഓരോ TV ഷോസിലല്ലായിരുന്നു കണ്ടത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി. ജനങ്ങൾക്കൊരു പുതു സമ്മാനം എന്ന നിലയിൽ ഇത്തവണ കേരളത്തിൽ ആദ്യമായി ഒരു ഡ്രോൺ ഷോ ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൽ അവതരിപ്പിക്കപ്പെട്ടു. അത് കേരളത്തിലാകെ ഇനി പടർത്താൻ നമുക്ക് സാധിക്കും. ബേപ്പൂർ ഫെസ്റ്റിലെ പ്രധാന ആകർഷക കാഴ്ചകളിലൊന്നായ ഡ്രോൺ ഷോ ഇന്ന് രാത്രിയും മറീന ബീച്ചിൽ വർണ്ണവിസ്മയം തീർക്കും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. KV രാഹുൽ ഉണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. അന്താരാഷ്ട്ര ജലമേളയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വർണ്ണവിസ്മയം ബേപ്പൂരിന്റെ ആകാശത്ത് വിരിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ പറയുന്നത് പോലെ കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച ഒരു ഡ്രോൺ ഷോ. അങ്ങനെ വിശേഷണങ്ങൾ പലതാണ് ഇതിന്. രാഹുൽ, ഇത് ഈ ഡ്രോണിൽ LED ഒക്കെ ഘടിപ്പിച്ചതിന് ശേഷം മുകളിലേക്ക് പോവായിരുന്നോ? എന്തായിരുന്നു? സേതു, ഗുഡ് മോർണിംഗ്. സംഭവം എന്തായാലും കളറാണ്, ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായാണ് ഈ വിധത്തിലൊരു ഡ്രോൺ ഷോ സംഘടിപ്പിക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ആകെ 250 ഡ്രോണുകൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു ചെയിൻ എന്ന വണ്ണം ആകാശത്തേക്ക് പറന്നുയരുകയാണ് ചെയ്യുക. പിന്നീട് അത് പ്രോഗ്രാം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിധത്തിൽ പല എഴുത്തുകളുണ്ട്, രൂപങ്ങളുണ്ട്. അങ്ങനെ അതായി മാറുകയാണ് ചെയ്യുക. ആകെ 13 മിനിറ്റാണ് ഡ്രോൺ ഷോ നീണ്ടു നിന്നത്. അത് വളരെ കുറഞ്ഞുപോയി എന്നതാണ് വന്ന ബഹുഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് ആദ്യമായി ഈ ഒരു ഡ്രോൺ ഷോ സംഘടിപ്പിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ വാട്ടർ ഫെസ്റ്റിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി, മത്സരങ്ങൾ ഉൾപ്പെടെ അവിടെ നടന്നു വരുന്നുണ്ട്, അതിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വന്നത്. അപ്പോൾ 13 മിനിറ്റ് പോരായിരുന്നു എന്നൊരു അഭിപ്രായമാണ് എല്ലാവരും തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ വിധത്തിൽ ഈ ഡ്രോൺ ഷോ സംഘടിപ്പിക്കുന്നത്. പറഞ്ഞതുപോലെ ആകാശത്തേക്ക് പറന്നു വരുന്നു. ആദ്യം മാനത്ത് തെളിഞ്ഞത് വെൽക്കം ടു ബേപ്പൂർ എന്ന ഒരു എഴുത്താണ്. അതിനുശേഷം കഥകളി, ഹൗസ് ബോട്ട്, നമ്മുടെ ഈ ലൈറ്റ് ഹൗസ്, ബേപ്പൂർ ഫെസ്റ്റിൻ്റെ തന്നെ ചിഹ്നമായ പായ്ക്കപ്പൽ, അങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ മിന്നി ആകാശത്ത് തെളിഞ്ഞു വന്നു. നമ്മളെ കുട്ടിയുടെ ഒരു പ്രതികരണമൊക്കെ കാണുന്നില്ലേ? ഫിഷാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ആ മീനിൻ്റെ രൂപം ആകാശത്ത് വന്നിരുന്നു. ഇന്നലെ ഇത് ആസ്വദിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ഇന്ന് രാത്രി 8:30 കൂടി ഈ ബേപ്പൂർ ഫെസ്റ്റിൻ്റെ ഭാഗമായി ഡ്രോൺ ഷോ നടത്തുന്നു എന്നതാണ്. 26-ാം തീയതിയാണ് ബേപ്പൂർ ഫെസ്റ്റിന് തുടക്കമായത്. പല വിധത്തിൽ ജലാഭ്യാസങ്ങൾ അല്ല, അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കഴിയില്ല. എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. കാരണം മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ ഒരു അനുഭവം. ഞാനും ആദ്യമായാണ് ഇതുപോലെ ഒരു ഡ്രോൺ ഷോ നേരിട്ട് കാണുന്നത്. 13 മിനിറ്റ് പോരായിരുന്നു എന്ന അഭിപ്രായം തന്നെയാണ്. അതാണ്, ആകെ 250 ഡ്രോണുകളാണ്. എല്ലാം തന്നെ കണക്റ്റഡ് ആണ്. പ്രീ പ്രോഗ്രാംഡ് കണക്റ്റഡ് ഡ്രോൺസ് ആണ്. അത് ഇങ്ങനെ ഒരു ചെയിൻ എന്ന വണ്ണം ആകാശത്തേക്ക് പറന്നു വരുന്നു. പിന്നീടെല്ലാം ഈ ലൈറ്റിങ്ങിന്റെ വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് പല എഴുത്തുകളും രൂപങ്ങളും ഒക്കെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്.
അതെ അതെ അങ്ങനെ തന്നെയാണ് 250 എണ്ണം ഇങ്ങനെ പരസ്പരം കണക്റ്റഡായി അത് ആകാശത്തേക്ക് പറന്നുയരുന്നു. പിന്നീട് അതിൽ എല്ലാത്തിലും ഈ ലൈറ്റുകളുണ്ട്. ആ ലൈറ്റിങ്ങിൽ ഓണാക്കുന്നതിലും ഓഫാക്കുന്നതിലും വരുത്തുന്ന ആ വ്യത്യസ്തതയിലൂടെയാണ് എഴുത്തുകളും പല രൂപങ്ങളുമായി മാറുന്നത്. ഏതായാലും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇന്നലെ കാണാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടി ഇന്നും ആ ഡ്രോൺ ഷോ ഉണ്ട് എന്ന് തന്നെയാണ്. ഇനി ആ ബേപ്പൂർ ഫെസ്റ്റിനോട് പ്രത്യേകമായി പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ 26-നാണ് തുടങ്ങിയത്, ഇന്ന് സമാപിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു ഡ്രോൺ ഷോയോട് കൂടിയാവും ഇത്തവണത്തെ 3ാമത് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവലിൻ്റെ സമാപനം ഉണ്ടാവുക.